ഞാനിന്ന് മോശയുടെ ജീവിതത്തിൽ നിന്ന് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം വായിച്ച് പരിചയമുള്ള ചില കാര്യങ്ങൾ പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മോശയെക്കുറിച്ച് പറയുന്ന വലിയ ചില പ്രസ്താവനകളാണിത്. നമ്മെക്കുറിച്ചെല്ലാം പറയേണ്ട പ്രസ്താവനയാണ്. മോശ എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. മോശ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ പ്രത്യേകതകളോ കാരണങ്ങളോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നാം എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. പല തീരുമാനങ്ങളും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അപ്രധാനമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് പോലും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നതിന് സംശയമില്ല. മോശ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി കഴിയുന്ന കാലത്ത് ജനിച്ച ഒരാളാണ്. മോശ, അഹരോന്, മിര്യാം ഈ 3 പേരും കുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്ന കഠിനമായ കൽപ്പന ഉണ്ടായിരുന്ന കാലത്താണ് മോശ ജനിച്ചത്. തൻ്റെ മാതാപിതാക്കൾ ശക്തമായൊരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ചെങ്കണ്ണിക്ക് കൊടുക്കില്ല, മുതലയ്ക്ക് കൊടുക്കുകയില്ല, ഞങ്ങൾ അവനെ വളർത്തും. രാജാവിൻ്റെ കൽപ്പനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രാജകുമാരിയും സുഹൃത്തുക്കളും കുളിക്കാൻ വരുന്നതായിരിക്കുന്ന കടവിൽ തന്നെ ആ കുട്ടിയെ കൊണ്ടുവച്ചു. കഥയൊക്കെ നമുക്കറിയാം. എവിടെയെങ്കിലും ആരും കാണാത്ത സുരക്ഷിതമായിരിക്കുന്ന കൊണ്ടല്ല വെച്ചത്. രാത്രി ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് പാൽ കൊടുക്കാം, പകൽ സമയത്ത് ആരും അറിയാത്തൊരു സ്ഥലത്ത് കിടന്ന്. അങ്ങനെയല്ല. രാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഫറവോനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിലെ ആളുകൾ കുളിക്കാൻ വരുന്ന കടവിൽ തന്നെ കുഞ്ഞിനെ കൊണ്ടുവച്ചു. കരയ്ക്ക് നിന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിലാണ് അത് വെച്ചത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫറവോന്റെ പുത്രി അത് കണ്ടു. ചെന്നെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്നു. തുറന്നപ്പോൾ ഒരു എബ്രായരുടെ കുട്ടിയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാകാൻ കാരണം പരിച്ഛേദനേറ്റൊരു കുട്ടിയാണ്. നിറം കൊണ്ട് മനസ്സിലാക്കാം. മിസ്രൈമിൽ നമ്മുടെ നിറക്കാരാണ്. ഏതാണ്ട് നമ്മളെപ്പോലെ തന്നെ ഇരിക്കും മിസ്രൈമിലെ ആളുകളെ കണ്ടാൽ. എന്നാൽ യഹൂദന്മാർ അങ്ങനെയല്ല, അവരെ നല്ല ചുവന്ന നിറമുള്ള ആളുകളാണ്. അതുകൊണ്ട് കുട്ടിയെ കണ്ടപ്പോഴത്തന്നെ അറിയാം. പിന്നെ പരിച്ഛേദനേറ്റ കുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് ഫറവോന്റെ പുത്രി ആ കുട്ടിയെ തിരിച്ചറിഞ്ഞെങ്കിലും ആ കുട്ടിയോട് കരുണ തോന്നുകയാണ് ചെയ്തത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഫറവോന്റെ പുത്രിയെ നോക്കിയ കുട്ടി നന്നായിട്ടൊന്ന് ചിരിച്ചു. ഇല്ലേ? ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ്. കരയുന്ന കുഞ്ഞുങ്ങളെ ആർക്കാ ഇഷ്ടം? കരയുന്ന കുഞ്ഞുങ്ങളെ മോശയെ കളയാനായിട്ട് അനുകൂലമായിരിക്കുന്ന എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ഫറവോന്റെ പുത്രിയുടെ പിതാവ്, ഫറവോന്റെ കൽപ്പന യഹൂദന്റെ കുട്ടിയെ കൊല്ലണമെന്നാണ്. രണ്ടാമത്, ആ കുട്ടി കരഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ശല്യക്കാരനാണ്. അവൻ കരഞ്ഞു. സ്നേഹം കാണിച്ച് ചിരിച്ചിരുന്നെങ്കിൽ നല്ലൊരു അമ്പൂരി കുഞ്ഞാണ്, കണ്ടില്ലേ നമ്മളെ നോക്കി ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെയല്ല. കരയുന്ന കുഞ്ഞുങ്ങളെ ആർക്കാ എടുക്കാനായിട്ട്? എന്ന് പറഞ്ഞാൽ ഫറവോന്റെ പുത്രി ആ കുഞ്ഞിനെ എടുക്കാനുള്ളതായിരിക്കുന്ന യാതൊരുവിധമായിരിക്കുന്ന അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. മോശ ആ സമയത്ത് വെല്ലുവിളിക്കുക. വാസ്തവത്തിൽ അവന്റെ കരച്ചിലൊരു വെല്ലുവിളിയാണ്. ഫറവോന്റെ പുത്രി എടുത്ത സമയത്ത് തന്നെ മിറിയം നോക്കി നിൽക്കുകയാണ്. മിറിയം ഓടിച്ചെന്നു. ഞാൻ ആ കുട്ടിയുടെ പെങ്ങളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കാണാനാണ് സാധ്യത. പാല് കൊടുക്കാനായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടിട്ടെന്ന് പറയുമ്പോൾ അമ്മയെ വിളിച്ചോണ്ട് വരട്ടെന്ന് തന്നെ ആയിരിക്കും ചോദിച്ചത്. അല്ലാതെ ഇപ്പൊ ആരെയാ ഒരു സ്ത്രീയെ ചെന്ന് കൊണ്ടിരുന്നത് ഒരു കൊച്ചിന് പാല് കൊടുക്കാൻ? ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ അസാധാരണമായ സംഭവങ്ങളാണെന്ന് ഞാൻ പറയും. ജനിച്ചപ്പോ തന്നെ അപ്പനും അമ്മയോ കുഞ്ഞിനെ നോക്കിയപ്പോ എങ്ങനെയാ കണ്ടത്? അസാധാരണമായ ഒരു മഹത്വമുള്ള കുഞ്ഞാണ്. സ്തേഫാനോസ് പറഞ്ഞ ദിവ്യസുന്ദരൻ എന്ന് കണ്ടു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറഞ്ഞത്. ദിവ്യസുന്ദരൻ. പുറപ്പാട് പുസ്തകത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവന് ഒരു പ്രത്യേകതയുള്ള കുട്ടിയായിട്ട് കണ്ടു. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ഈ കുഞ്ഞൊരു പ്രത്യേക കുട്ടിയാണ്. ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനാണ് ഇവൻ എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞു എന്നാണ് അവരത് മനസ്സിലാക്കി. നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചിന്ത എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ട് എന്താണ്, ഇവൻ ഡോക്ടർ ആകാനുള്ളവനാണ്, എഞ്ചിനീയർ ആകാനുള്ളവനാണ്, ഇവന് അതാണ് ഇതാണ് എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ ചിന്ത കാണുമല്ല. മാർട്ടിൻ ലൂതറിന്റെ വൈഫ് കാതറിൻ തൻ്റെ ആദ്യത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോ
അങ്ങനെ കുട്ടി വയറ്റിൽ അനങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ലൂതർ പറയുമായിരുന്നാണ് പറയുന്നത്, തൊഴിയടാ തൊഴി, പോപ്പിന്റെ തലക്കിട്ട് തൊഴി. അങ്ങനെ പറയുന്നതാണ്. കിക്ക് ഓ കിക്ക്, കിക്ക് അറ്റ് പോപ്സ് ഹെഡ്. അപ്പോ മാർട്ടിൻ ലൂതറിന് തന്റെ മകനെ കുറിച്ചുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വളർന്നു വരുമ്പോൾ പോപ്പുമായിട്ട് ഏറ്റുമുട്ടിക്കൊള്ളുമെന്നാണ്. നമ്മളൊക്കെ അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടോ? എനിക്കറിയില്ല. ഓരോരുത്തർ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താ ചിന്തിച്ചെന്നുള്ളത് നല്ല ചോദ്യമാണ്. ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഗർഭസമയം മുതൽ നമ്മുടെ മനസ്സിൽ കൂടെ പോയതായിരിക്കുന്ന ചിന്തകള്. ദിവ്യസുന്ദരൻ എന്ന് എത്ര പേര് അവരുടെ മക്കളെ കുറിച്ച് കണ്ടു എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായിരിക്കുന്ന പരിവേഷം ഈ കുഞ്ഞിനുണ്ട്. ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ കൊണ്ട് ദൈവത്തിന് വലിയ ആവശ്യങ്ങൾ നടത്താനുണ്ട്. 3 വർഷമേ അമ്മ വളർത്തിയുള്ളൂ, മുലകൂടി മാറുന്നത് വരെ. പിന്നെ ഫറവോന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെട്ടു. മോശ എന്ന പേര് തന്നെ ഫറവോന്റെ പുത്രി നൽകിയ പേരാണ്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഫറവോന്റെ പുത്രിയായിട്ട് വളർന്നു. പക്ഷെ നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? പ്രായലേഖനത്തിൽ എന്താ നമ്മൾ വായിച്ചത്? 24-ാമത്തെ വാക്യത്തിൽ താൻ വളർന്നപ്പോൾ എന്ന പ്രയോഗമുണ്ട്. താൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ വളർന്നപ്പോൾ എന്നല്ല, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ. മോശ വളർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ യൗവനമായി 40 വയസ്സായി എന്ന് വേണം വിചാരിക്കാൻ. ചരിത്രം പറയുന്നത് മിസ്രയീമിന്റെ കൊട്ടാരത്തിൽ അടുത്ത ഫറവോനായിട്ട് കിരീടധാരണം ചെയ്യപ്പെടുവാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഫറവോന്റെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, ആൺമക്കളില്ലായിരുന്നു. ആ മകൾക്കും മക്കളില്ലായിരുന്നു, ദത്തുപുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത കിരീടധാരണം ഈ ന്യായമായി പോകേണ്ടത് മോശയ്ക്കാണ്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. അതേക്കുറിച്ചുള്ള സംസാരങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഞാൻ ഇപ്പോഴെന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ അടുത്ത ഫറവോനായി തീരുമെന്ന്. നമ്മളാണെങ്കിൽ സന്തോഷമായിരിക്കും അല്ലേ? അടുത്ത ഫറവോനായി തീരാൻ പോവുകയാണ്. നമുക്ക് പലതരം ചിന്തിക്കാം. ഞാൻ ഫറവോനാകുമ്പോൾ എൻ്റെ ആളുകളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ഞാൻ മോചനം കൊടുക്കും, അവരുടെ പൊക്കോളാൻ പറയും. അങ്ങനെയല്ല മോശ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ വേണ്ട, എനിക്ക് ഫറവോന്റെ പുത്രിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹമില്ല. എൻ്റെ രക്തം ഇസ്രായേൽ രക്തമല്ല, എൻ്റെ രക്തം യഹൂദ രക്തമാണ്, ലേവിയ രക്തമാണ് എൻ്റെ രക്തം എന്ന് പറയുന്നത്, ഇസ്രായേൽ രക്തമല്ല. അതുകൊണ്ട് ഫറവോന്റെ പുത്രിയായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു യഹൂദനായി തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോശയ്ക്ക് ഒരു വലിയ തീരുമാനം എടുക്കണമായിരുന്നു. ചില എഴുത്തുകാർ ഭാവനയിൽ പറയുന്നതാണ്, ഫറവോന്റെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നപ്പോൾ പാടത്ത് പണിയെടുക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരെ കണ്ടു, ഇസ്രായേൽ മക്കളെ കണ്ടു. അവരുടെ വിയർപ്പിന്റെ മണം കാറ്റ് മോശയുടെ മൂക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ മോശയ്ക്ക് ഒരു നിൽക്കാനൊക്കുകയില്ല. ആ വിയർപ്പ് മണം വന്നത് സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്. ചില വന്യമൃഗങ്ങളൊക്കെ അങ്ങനെയുണ്ട്, ചില പ്രത്യേക സ്മെല്ലൊക്കെ വരുമ്പോൾ അത് ഓടിപ്പോവും. അതുപോലെ മോശ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് നോക്കി, പാടത്ത് പണിയെടുക്കുന്നു. 100 കണക്കിന്, 1000 കണക്കിന്, 10,000 അല്ല ലക്ഷക്കണക്കിന് യഹൂദന്മാരാണ് പണിയെടുക്കുന്നത്. തീച്ചൂളകൾ, ഇഷ്ടിക ചുടുന്ന ചൂളകള്, ഇഷ്ടിക കളങ്ങള്, മണ്ണും വൈക്കോലും കൊണ്ടിട്ട് ചവിട്ടി കുഴയ്ക്കുന്ന സ്ഥലങ്ങള് എല്ലാം കണ്ടു. ഏതാണ്ട് അരയിൽ അല്പം വസ്ത്രം മാത്രം ചുറ്റി പാടത്ത് പണിയെടുക്കുന്ന ജനസമൂഹത്തെ കണ്ടു. മോശ നല്ല മനോഹരമായിരിക്കുന്ന കൊട്ടാരത്തിലെ വസ്ത്രവും ധരിച്ചാണ് നിൽക്കുന്നത്. താൻ ഇങ്ങനെ നോക്കി, ഇത് ഞാൻ ധരിക്കേണ്ടവനല്ലല്ലോ. അവിടേക്ക് നോക്കി, അതാണല്ലോ ഞാൻ ധരിക്കേണ്ട വസ്ത്രം. ഞാനിങ്ങനെ പെർഫ്യൂം ഒക്കെ അടിച്ച് ഇവിടെ ഇരിക്കുന്നു. എൻ്റെ ജനങ്ങളെല്ലാം അവിടെ ആ വൈക്കോലും ഒക്കെ ചവിട്ടി മണ്ണിന്റെ മണ്ണും ഒക്കെ അടിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു തീരുമാനം എടുക്കേണ്ട എന്ന് മോശയ്ക്ക് തോന്നി. ഐ നീഡ് ടു മേക്ക് എ ഡിസിഷൻ. എനിക്ക് ഒരു തീരുമാനം എടുത്തേ മതിയാവും. അപ്പൊ മോശയുടെ തീരുമാനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, അതൊരു നിമിഷം കൊണ്ടുണ്ടായ ഒരു തീരുമാനമായിരുന്നില്ല. അതൊരു വൈകാരിക തീരുമാനമായിരുന്നില്ല. ചില ആളുകൾ വൈകാരിക തീരുമാനങ്ങളെടുക്കും. സുവിശേഷം കേൾക്കുമ്പോൾ ചിലപ്പോൾ വൈകാരികമായി
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനമൊക്കെ കിട്ടുമ്പോൾ കർത്താവിന് വേലയ്ക്ക് വേണ്ടി പൊക്കളയാമെന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റ് തീരുമാനമൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ തീരുമാനമൊക്കെ അങ്ങ് പോകും. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ ചെന്ന് തീരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ അങ്ങ് പോകും. മോശയുടെ തീരുമാനം അങ്ങനെ ഒരു തീരുമാനമായിരുന്നില്ല. മോശ കുറേ ദിവസങ്ങൾ ആ ബാൽക്കണിയിൽ വന്ന് നോക്കിക്കാണും, മാസങ്ങൾ. ആ ആളുകളുമായിട്ട് മോശ ഒന്ന് താതാത്മ്യം പ്രാപിച്ചു കാണും. ആ പാടത്തു നിന്ന് ഉയരുന്നതായിരിക്കുന്ന ഇഷ്ടിക ചുടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ, ഇഷ്ടിക ചൂളിനെടുത്തിട്ട് പോരുന്നവർക്കറിയാം. ആ മണം മോശയ്ക്ക് ഇഷ്ടമായി. അതവിടെ നിന്ന് ദീർഘമായി തൻ്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി കാണും. ആ, എത്ര ഇഷ്ടം, എത്ര നന്നാണ്. അപ്പാടത്തെ ചെളിയുടെ മണം, രാജകൊട്ടാരത്തിലെ മണങ്ങളൊന്നും അല്ലത്. അതൊക്കെ മോശയ്ക്ക് ഇഷ്ടമായി. മോശ ചില രാവുകളും പകലുകളും ചിന്തിച്ചു കാണും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെട്ടെടുത്ത് ഫറവോനായി ഭരണമേൽക്കണമോ, അതോ ആ ജനത്തോട് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ അവിടേക്ക് ഓടിപ്പോയി അവരൊരാളാകണം. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ സമയമെടുത്ത് ചിന്തിച്ചാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് നല്ലത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയായാലും രക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ചായാലും മറ്റേത് കാര്യങ്ങളെ സംബന്ധിച്ചായാലും തിങ്ക് ത്രൂ. അപ്പൊ മോശയുടെ തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒന്നാമത് പറയുന്നത് ഒരു പക്വ തീരുമാനമായിരുന്നു എന്നാണ്. മച്യൂർ ഡിസിഷൻ. കാരണം എന്താണ്? വളർന്നതിന് ശേഷം എന്നാണ്. മോശ വളർന്നതിന് ശേഷം. ബാല്യകാലത്ത് എനിക്കറിയാം, എൻ്റെ അമ്മ തന്നെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്ക്, നീ ഒരു യഹൂദ ആണ്, നീ മിസ്രൈമനല്ല. പരിച്ഛേദനയുടെ അടയാളം, ദൈവവുമായി ഉടമ്പടി ചെയ്ത അടയാളം അവൻ്റെ ശരീരത്തിലുണ്ടപ്പോ കുളിക്കുമ്പോഴും മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോകുമ്പോഴും മോശയോട് പറഞ്ഞു, നീയെ ആ അടയാളം കാണുമ്പോഴൊക്കെ ഓർക്കണം, നീയെ ശരീരത്തിൽ മുറിവ് വരുത്തി രക്തം കൊണ്ട് നീ ഒപ്പിട്ടവനാണ്, യഹോവയെ സേവിച്ചുകൊള്ളാവും, നീ അത് മറക്കരുത് മകനെ എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു ദിവസം പല പ്രാവശ്യം മോശയെ ഓർത്ത് കാണും, ഞാൻ രക്തത്തിൽ ഒപ്പിട്ട് ദൈവമായി ഉടമ്പടി ചെയ്തവനാണ്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇസ്ഹാക്ക് യാക്കോബിന്റെ സന്തതിയാണ്, യാക്കോബിന്റെ 12 മക്കളിൽ ലേവിയുടെ സന്തതിയാണ് ഞാൻ. ലേവി ഗോത്രക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ചൂടന്മാരാ. ലേവിയും ശിമയോനും അവരുടെ ആയുധങ്ങൾ സാഹസത്തിന്റെ ആയുധങ്ങളെന്നാണ് യാക്കോബ് അനുഗ്രഹിച്ചു പറഞ്ഞത്. അവരുടെ മന്ത്രണത്തിൽ ഞാൻ കൂട്ടുചേരരുത് എന്നാണ് പറഞ്ഞത്. അവർ ഘോരന്മാരാണെന്ന് പറഞ്ഞു അല്ലേ. ഒരു കൂട്ടം ആളുകൾ അവരുടെ മകളെ, ഇവരുടെ പെങ്ങളെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ എല്ലാം പരിച്ഛേദന ഏൽപ്പിച്ച് ഏറ്റവും വേദന പിടിച്ചിരിക്കുന്ന സമയത്ത് വാളും കൊണ്ട് ഈ 2 സഹോദരന്മാർ പോയി. എത്ര ആളുകളെ കൊന്നെന്ന് എനിക്കറിഞ്ഞില്ല. ഒരു വർഗമല്ല, ഒരു ഭരണാധികാരിയൊക്കെ അല്ലേ. 10-100 ആണുങ്ങളെയും പുരുഷന്മാരെയെങ്കിലും വാളുകൊണ്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് പെങ്ങളെ കൊണ്ട് പോകുന്നവർ ശിശുപുടന്മാരാ. അതുകൊണ്ട് പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, ഞാൻ അവരെ ഇസ്രായേൽ ചിതറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ലേവ്യർക്ക് അനുഗ്രഹം കൊടുത്തപ്പോൾ ഒരു ദേശത്തല്ല 12 ഗോത്രങ്ങളിലും കുറേശ്ശെ സ്ഥലമാണ് കൊടുത്തത്. ഇസ്രായേൽ അവർ ചിതറിച്ചു. അതെല്ലാം യാഥാർത്ഥ്യമായിട്ട് ആ ചരിത്രമൊക്കെ മോശയ്ക്കറിയാം. മോശയുടെ അമ്മയും അപ്പനും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ആ ലേവിയുടെ തിളയ്ക്കുന്ന രക്തം പക്ഷേ അപക്വമായ ഒരു തീരുമാനമായിരുന്നില്ല, വളരെ പക്വമായ ഒരു തീരുമാനമായിരുന്നു എടുത്തത്. ചില ആളുകൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. ചിലപ്പോൾ ഒരു വിവാഹം സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കും, ഒരു ജോലി സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കും, വിദ്യാഭ്യാസം സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കും, ഒരു സ്ഥലം വാങ്ങുന്നത് സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കും, ഒരു വീട് പണിയുന്നത് സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കും. ഇന്നിപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്താൽ വിവാഹമോചനങ്ങൾ നടക്കുന്നു, വിവാഹം നടക്കുന്നു പെട്ടെന്നാണ്, വിവാഹമോചനം നടക്കുന്നത് പെട്ടെന്നാണ്. തീരുമാനങ്ങൾ വളരെ പെട്ടെന്നെടുക്കും. മോശ അങ്ങനെയല്ല. അവൻ പ്രായമായപ്പോൾ, മുതിർന്നത് വരെയും ഇത് കണ്ടും കേട്ടും അതേക്കുറിച്ച് ചിന്തിച്ചു വരുന്നു. മുതിർന്നു, തനിക്കതിന് പ്രായമായി, താനടുത്ത രാജാവായി അഭിഷേകം ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. ക്രൗൺ പ്രിൻസ് എന്ന് പറയില്ല, ക്രൗൺ പ്രിൻസ്, കിരീടധാരിയായ രാജകുമാരൻ ആകാനായിട്ട് പോകുമ്പോൾ ഒരു തീരുമാനമെടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നത് വളരെ പാകതയോടും പക്വതയോടും കൂടെ വേണം. പെട്ടെന്ന് വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കരുത്. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളൊക്കെ പിന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ടേക്ക് യുവർ ഡിസിഷൻസ് വെരി
വളരെ തോട്ട്ഫുള്ളായിട്ട് വളരെ ചിന്തിച്ച് ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ചൊക്കെ വേണം തീരുമാനമെടുക്കാൻ. ഒരു കോഴ്സ് എടുക്കുന്നത് പോലും, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നത് പോലും, ഒരു വിവാഹത്തെ സംബന്ധിച്ച്, ഒരു ജോലിയെ സംബന്ധിച്ച് ചിലരോട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ അരുത്, അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരതൊക്കെ അവഗണിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തു. വലിയ ആപത്തുകളിൽ ചെന്ന് ചാടിയ ആളുകളെ എനിക്കറിയാം. പക്ഷെ അവർക്കതൊരു വിഷയമൊന്നുമല്ല, അവർക്കതൊരു വിഷയമല്ല, നമുക്കത് വിഷയം. നിങ്ങൾ ആ കുട്ടിയെ പഠിക്കാനായിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ വിട്ട് ദൈവമക്കളില്ലാത്ത, വചനമില്ലാത്ത ഒക്കെ സ്ഥലങ്ങളിൽ ചെന്ന് അന്യജാതിക്കാരെ വിവാഹമൊക്കെ ചെയ്ത് ക്രിസ്ത്യ ജീവിതം കളഞ്ഞ് എല്ലാം കളഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞ് ആ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യാൻ കൊള്ളാവുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല. അവിടെ വലിയ സമ്മർദ്ദങ്ങളുണ്ട്, കൈക്കൂലി വാങ്ങാനുള്ള സമ്മർദ്ദങ്ങളുണ്ട്, മറ്റു പല അനീതികൾ ചെയ്യാനുള്ള സമ്മർദ്ദങ്ങളുണ്ട്. നല്ല ശമ്പളമുണ്ടെങ്കിൽ നീ ആ ജോലി സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് ജോലി സ്വീകരിച്ച് വിശ്വാസത്തിൽ പോയവരുണ്ട്. പിൽക്കാലത്ത് അവർ പറയാം അവിടെ ജോലി ചെയ്തും കൊണ്ട് വിശ്വാസിയായിരിക്കാനായിട്ട് സാധ്യമല്ലെന്ന്. ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ, ആ ബ്രദർ പറഞ്ഞതാ, പക്ഷെ ഞാനത് കേട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതെ, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വീട് വെക്കരുത്, ചുറ്റുമുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ വളർത്താവുന്ന ഒരു സാഹചര്യമല്ല അവിടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് കേണ്ട പിള്ളേരെ വളർത്തിക്കൊള്ളു, ഞങ്ങൾക്ക് വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോഴേ ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ആപത്തുകള്. മോശ വളരെ പക്വമായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെക്കുറിച്ച് മോശയ്ക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, ഒരിക്കലും. അത് തെറ്റായിപ്പോയി, എനിക്ക് ഫറവോനായ മതിയായിരുന്നു, ഞാൻ അവിവേകമാണ് ചെയ്തത് എന്ന് മോശ ഒരിക്കലില്ല. മോശ അനുഭവിച്ചതുപോലെ പ്രതികൂലം അനുഭവിച്ച ആളുകളില്ല. ഈ തീരുമാനം തെറ്റായി പോയി എന്ന് ചിന്തിക്കാൻ ആവശ്യമായിരിക്കുന്ന, സഹായകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ മോശയ്ക്ക് ഒരുപാട് വന്നു. പക്ഷേ ആ സാഹചര്യങ്ങളിലൊന്നും മോശ അങ്ങനെ തീരുമാനിച്ചില്ല. എന്താ കാരണം എന്നറിയാമോ? അത് ചിന്തിച്ചാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ചില ആളുകൾ ചിന്തിച്ചാലോചിച്ച് തീരുമാനിക്കും. പക്ഷേ സൈമൺ സാറിന്റെ കഥയിലെ അനന്തരവനെ പോലെയാണ്. ഒരു നായരുടെ തറവാട്, നായരുടെ വീട്ടിലാണ്, ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ട്. 2 പുതിയ കാളന്മാരെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല ഒന്നാന്തര കാളന്മാരെ. എൻ്റെ 2ന്റെ കൊമ്പുകൾ ഇങ്ങനെ മേലേറ്റത്ത് ഇന്ന് റാ പോലെ ഇങ്ങനെ ഉള്ള 2 കൊമ്പുകൾ. അപ്പോൾ വീട്ടിൽ അനന്തരവനുണ്ട്, 10 വയസ്സായ അനന്തരവനാ. അവൻ ഈ കാളയെ കൊണ്ടുവന്നപ്പോൾ തുടങ്ങി അവനൊരു ചിന്ത, ഈ കാളയുടെ കൊമ്പുകൾക്കിടയിലേക്ക് തല അങ്ങോട്ടിട്ട് ഇങ്ങനെ വലിച്ചുരിയാൻ എങ്ങനെ. അപ്പോൾ ഒരു ദിവസം എല്ലാവരും പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇറങ്ങി തൊഴുത്തിൽ വന്നു, ഇങ്ങനെയൊക്കെ നോക്കി നിന്നു. എന്നിട്ട് അവൻ്റെ കഴുത്ത് കാളയുടെ തലയ്ക്കിടയിൽ ഇട്ടുപോയി. കാള എടുത്തിട്ട് ഇങ്ങനെ കടകടാന്നടിക്കാൻ തുടങ്ങി. അവനോട് കിടന്ന് വിളിച്ചു പോയി. അമ്മാവൻ ഓടി വന്നു. ഏതായാലും കൊമ്പക്കേറി പിടിച്ചു അവനെ വലിച്ചൂരി. അവനോട് പറഞ്ഞു, എടാ ഭോഷ, നിന്നോട് ഞാൻ എത്ര കാലം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പാവം പറഞ്ഞ, അമ്മാവ കാളയെ വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസം മുതൽ ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ചെയ്ത കാര്യമാണിത്. അപ്പൊ ചില ആളുകൾ ചിന്തിച്ച് ആലോചിച്ചൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അത് ഭോഷത്വമാണ്. കാരണം ഭോഷത്വമായ ചിന്തകളെ അവരുടെ മനസ്സിൽ കൂടെ വരും, വേറെ ഒരു ചിന്തകളും വരുന്നില്ല. അങ്ങനെ ഒരു പ്രായമുണ്ട്. പ്രത്യേകിച്ച് ബാലന്റെ ഹൃദയത്തോടെ ഭോഷത്വം പറ്റിപ്പിടിച്ചിരിക്കുന്ന, അതെ, ശിക്ഷയുടെ വടിയാണ് അതിനെ പിന്നെ അവിടുന്ന് മാറ്റിക്കളയുന്നത്. മോശ വൈകാരികമായ ഒരു തീരുമാനമല്ല ചെയ്തത്, വളരെ പക്വമായ ഒരു തീരുമാനമാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്ന്, യുക്തിസഹജമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കണം, റാഷണലി സൗണ്ട് ആയിരിക്കണം. അതിൻ്റെ വരും വരാഴികള്, പ്രോസ് ആൻഡ് കോൺസ്, കോൺസിക്വൻസസ് എല്ലാം ചിന്തിച്ചാലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. ഞാൻ ഇത് ചെയ്ത അതിൻ്റെ ഫലം എന്തായിരിക്കും, ബുദ്ധിപരമായി ചിന്തിക്കണം. എന്നിട്ടത് ശരിയാണ് എന്ന് ബുദ്ധിപരമായി ബോധ്യമാകണം. രണ്ടാമത്, നമ്മുടെ വൈകാരികമായി നമുക്ക് സ്വീകാര്യമായിരിക്കണം. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങരുത്, അത് ഇഷ്ടപ്പെട്ടേ ചെയ്യാവൂ. ശരിയാ, പക്ഷെ എനിക്കതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ന് ഓർക്കാൻ കൂടെ വയ്യ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്.
നല്ല പെണ്ണാണ്, ബുദ്ധിയുള്ള പെണ്ണാണ്, ജോലി കാര്യപ്രാപ്തിയുള്ള പെണ്ണാണ്, നല്ല കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ എന്തോ എനിക്ക് അവളെ കാണുമ്പോൾ ഒരു വല്ലാഴിക വരും. എനിക്ക് അവളെ ഭാര്യയായിട്ട് എടുക്കാനൊക്കെ, നീ അവളെ കല്യാണം കഴിക്കരുത്. കാരണം ഒരു ജീവിതകാലം മുഴുവനും അവളുടെ കൂടെ താമസിക്കേണ്ടതല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിനക്കൊരു ജീവിതകാലം മുഴുവൻ താമസിക്കാൻ ആവശ്യമായ ഒരാളെ നീ ഇഷ്ടപ്പെട്ടെങ്കിലേ കല്യാണം കഴിക്കാവൂ. ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോളാമെന്ന് വെച്ചാൽ നീ ഇഷ്ടപ്പെടില്ല. കാരണം ഓരോ ദിവസം ജീവിക്കുമ്പോഴും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളാണ് കൂടി കൂടി വരുന്നത്. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പിന്നെ കല്യാണം കഴിച്ച് കാണില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാവൂ. സ്നേഹിച്ച പെണ്ണെ കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് സ്നേഹമൊക്കെ തണുത്തു പോകും. കല്യാണം കഴിഞ്ഞിട്ട് വെള്ളം തിളയ്ക്കട്ടെ, തിളച്ച വെള്ളം പിന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോവില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ വൈകാരികമായി കറക്റ്റ് ആയിരിക്കണം, പിന്നെ ഇച്ഛാപരമായി ശരിയായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇച്ഛ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനത് ചെയ്യും, എനിക്കത് വേണം, എനിക്കത് ഇഷ്ടമാണ്, അത് ശരിയാണ് എന്നൊക്കെയുള്ളത്. ഇത് മൂന്നും മോശക്കുണ്ടായിരുന്നു. ബുദ്ധിപരമായി ചിന്തിച്ചപ്പോൾ താൻ രഘൂതനാണ്, തൻ്റെ ജനനത്തിൽ തന്നെ താൻ്റെ പ്രത്യേക ആളാണെന്ന് തൻ്റെ മാതാപിതാക്കന്മാർ കണ്ടതാണ്. വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലേണ്ടതായിരിക്കുന്ന തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാടിയിൽ രക്ഷപ്പെടുത്തുകയും ഫറവോന്റെ പുത്രിയായി ദത്തെടുക്കുകയും ചെയ്തു. അതൊന്നും സംഭവിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം രാജാവിന്റെ കൽപ്പന പ്രകാരം യഹൂദന്മാരുടെ ആൺകുട്ടികളെ മുഴുവനും ചിക്കണിക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിന്റെ പിൻപിൽ റാഷണൽ ദൈവത്തിന്റെ കരമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരമുണ്ട്. പിന്നെ വൈകാരികമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ യഹൂദനാണ്, യഹൂദ രക്തമാണ്, പാടത്ത് പണിയുന്നതായിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അവരുടെ അടുക്കലേക്ക് ഓടിപ്പോകാനുള്ളതായിരിക്കുന്ന ഒരു വ്യഗ്രതയാണ് എനിക്കുള്ളത്. തീരുമാനം ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതാണ്. 430 വർഷങ്ങൾ അന്യദേശത്ത് നിന്റെ സന്തതി സേവിക്കുമെന്ന്. 430 വർഷങ്ങളായിരിക്കുകയാണ്. ദൈവജനത്തെ ഇവിടെ നിന്ന് വിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമാണ്. അത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഞാൻ എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയത് അവനോട് പറഞ്ഞു, യു ആർ എ ചോസൺ പേഴ്സൺ. അപ്പൊ അവൻ എല്ലാ നിലയിലും തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്ന ഒരു തീരുമാനമാണ് ചെയ്തത്. ശരിയോ തെറ്റോ ഏത് തീരുമാനമായാലും തീരുമാനങ്ങൾ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഏത് കാര്യമായാലും വൈകാരിക തലത്തിൽ മാത്രം തീരുമാനം എടുക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, വികാരമൊക്കെ പോയി റീസണൊട്ടില്ല താനും ഇച്ഛയാകപ്പാട് തകരുകയും ചെയ്തു. നിർബന്ധ ബുദ്ധിക്ക് തീരുമാനം എടുക്കരുത്. ഈ കല്യാണങ്ങൾ ആലോചിക്കുമ്പോൾ മലാഖി പ്രവചനത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, അങ്ങനെയുള്ളവൻ ദൈവസന്തതിയെ അന്വേഷിക്കുന്നു. അങ്ങനെയായിരുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ വിവാഹത്തിന് ആലോചിക്കുമ്പോൾ പെണ്ണ് സൗന്ദര്യമുള്ളോ ആണോ എന്നല്ല നോക്കേണ്ടത്. അത് കാര്യമൊന്നുമില്ല, അതിലൊരു കാര്യവുമില്ല. സൗന്ദര്യമുള്ള പെണ്ണാന്ന് പറയുന്നത് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ സൗന്ദര്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നു പോകും. ആരാ ഓർക്കുന്നു? ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞ്, 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സഹോദരന്മാർ ഇവിടെ നിന്നു. അപ്പോൾ ഒരാൾ തമാശയായിട്ട് പറഞ്ഞു, ഒരു 2 ഇഷ്ടിക കൊണ്ടുവന്ന് വയ്യ ഗ്രേസിൽ കയറി നിൽക്കാനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനാന്ന് ചോദിച്ചു. അല്ല, ഹൈറ്റ് ശരിയാക്കാൻ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഗ്രേസിന് ഹൈറ്റ് കുറവാണ്. ഉള്ള സത്യം പറയുക, എനിക്ക് ഹൈറ്റ് കൂടുതൽ, ഗ്രേസിന് ഹൈറ്റ് കുറവാണെന്ന് അന്നാ ഞാൻ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഉള്ള സത്യം അതാ. അതെനിക്ക് അന്നും ഒരു വിഷയമല്ല, ഇന്നും വിഷയമല്ല. ചില ആൾ പറയും ഈ 1 ഇഞ്ച് കൂടുതലാ നീളം, 1 ഇഞ്ച് 1/2 ഇഞ്ച് കുറവാ നീളം എന്നൊക്കെ പറഞ്ഞ് കല്യാണം മാറിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. നല്ല ഒന്നാന്തരം സ്വഭാവശുദ്ധിയും ആത്മീയപക്വതയുള്ള പെണ്ണിനെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കെട്ടാതിരുന്ന പുരുഷനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ ഞാൻ പറയുന്നത്. അവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. അപ്പൊ ഇതൊന്നുമല്ല നോക്കേണ്ടത്. പിന്നെന്താ നോക്കേണ്ടത്? എൻ്റെ സന്തതികൾ നല്ലവരായിരിക്കണം. ഐ വാണ്ട് ഗുഡ് ചിൽഡ്രൻ. മൈ ജനറേഷൻസ്, നല്ല ജനറേഷൻസ് നല്ല കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ വരാനായിട്ട് സാധിക്കൂ. ജനറൽ റൂളിൽ എക്സെപ്ഷൻ കാണും, പക്ഷെ ജനറൽ റൂൾ. അപ്പൊ എനിക്ക് കല്യാണാലോചനകൾ വന്ന് ഒരുപാട് കല്യാണം, 17 കല്യാണാലോചന വന്ന മനുഷ്യനാണ് ഞാൻ 16 നോ പറഞ്ഞു. നോ പറയാനുള്ള പ്രധാനമായ കാരണം, എനിക്ക് പിള്ളേരുണ്ടായാലും എങ്ങനെയിരിക്കും, ആ കുടുംബത്തിലെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണ്? തട്ടിപ്പുകാരാണോ, വെട്ടിപ്പുകാരാണോ, ഭക്തന്മാരാണോ, പരിസൽക്കാരം ചെയ്യുന്ന കുടുംബമാണോ, ദൈവഭക്തിയുള്ള കുടുംബമാണോ, സുവിശേഷത്തിൽ വേണ്ടി നിൽക്കുന്ന കുടുംബമാണോ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ്.
അല്ല, കണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പറയും ഗ്രേസിനെ ഞാൻ കണ്ടില്ല. കാരണം ഞങ്ങൾ കല്യാണം ഉറച്ചതിന് ശേഷം, നിശ്ചയിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് വിഷയമായിരുന്നില്ല. അതുകൊണ്ട് നല്ല തലമുറകളെ വേണമെങ്കിൽ വിവാഹം വളരെ ചിന്തിച്ചാലോചിച്ച ഒരു ഉദാഹരണം പറഞ്ഞതാ. അതുപോലെയാണ് ജോലി. ഒരു ജോലി കിട്ടുമ്പോൾ എനിക്ക് കുടുംബജീവിതത്തിന് സഹായകരമായിരിക്കണം ആ ജോലി, ആത്മീയ ജീവിതത്തിന് സഹായകരമായിരിക്കണം, കർത്താവിനെ ആരാധിക്കാൻ സഹായകരമായിരിക്കണം, സുവിശേഷത്തിലുള്ള സ്വാതന്ത്ര്യം വേണം, അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടേ? കാശ് മാത്രം നോക്കിയാൽ മതിയോ? കാശ് മാത്രം നോക്കുമ്പോൾ ജോലി എടുത്തേച്ച് പിന്നെ കുടുംബജീവിതവും ഇല്ല, മക്കളെ നോക്കാനും സമയമില്ല, സഭായോഗത്തിന് പോകാനും സമയമില്ല, സുവിശേഷ പ്രവർത്തനത്തിന് പോകാനും സമയമില്ല. പിന്നെ എന്താ ജോലി കൊണ്ടുള്ള പ്രയോജനം? നീ ജോലി എടുത്തതിന് പിന്നിൽ നിന്റെ ചേതോവികാരം എന്താണ്? എന്തിന്റെ പരിഗണനയിലാണ് നീ ജോലി എടുത്തത്? ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറയാൻ കേട്ടോ. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ പക്വമായിട്ട് വേണം. മോശയ്ക്ക് പ്രായമായപ്പോൾ, അവൻ മുതിർന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ. തീരുമാനമെടുക്കാനുള്ള പക്വതയും പാകതയും വന്നിട്ട് വേണം. ഒരു 12 വയസ്സുകാരന്റെ തീരുമാനവും ഒരു 20 വയസ്സുകാരന്റെ തീരുമാനവും ഒരേ നിലവാരത്തിലുണ്ടാവുമോ? ഇല്ല. ഒരു 30 വയസ്സുകാരന്റെ തീരുമാനവും ഒരു 10 വയസ്സുകാരന്റെ തീരുമാനവും 15 വയസ്സുകാരന്റെ തീരുമാനവും ഒരേ ക്വാളിറ്റി ഉണ്ടാവുമോ? നിലവാരം ഉണ്ടാവില്ല. 10 വയസ്സുകാരൻ കാണുന്ന കാര്യങ്ങളല്ല 30 വയസ്സാകുമ്പോൾ കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്നേഹ കല്യാണങ്ങളൊക്കെ പരാജയപ്പെടുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അപക്വമാണ്. 25 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള പുരുഷന്മാർ, 30 വയസ്സിലുള്ള കഴിഞ്ഞുള്ള പുരുഷന്മാർ സ്നേഹ കല്യാണങ്ങളേ കഴിയില്ല. മിക്കവാറും സ്നേഹ കല്യാണങ്ങളെല്ലാം 20, 21, 22, 18, 19, 20 വയസ്സിലാണ്. എന്ന് പറഞ്ഞാൽ വികാരം മാത്രം ഉന്തി നിൽക്കുന്ന ഒരു സമയം, മറ്റൊന്നും കാണുന്നില്ല. എൻ്റെ അടുക്കൽ വന്ന ഒരു ദമ്പതികളെ ഞാൻ ഓർക്കുന്നുണ്ട്. അവർ വിവാഹം കഴിച്ചിട്ട് 1 വർഷമായി. 2 പേരുടെ അപ്പന്മാരും അമ്മമാരും വന്നു. 2 പേരും വന്നു. ഞാൻ ചോദിച്ചു, എന്താ വന്ന കാര്യം? ഞങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണ്, അതിന് ഒരു റെക്കമെൻഡേഷൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനുള്ള റെക്കമെൻഡേഷൻ ഇവിടെ കിട്ടിയില്ല, വേറെ എവിടെയെങ്കിലും പോയി കിട്ടത്തുള്ളൂ. അപ്പൊ ചെറുക്കൻ്റെ അപ്പം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഉപദേശത്തിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. വിവാഹമോചനത്തിനാണ് പെണ്ണു വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് കല്യാണം എങ്ങനെയായിരുന്നു? സ്നേഹ കല്യാണമായിരുന്നു. അവനോട് ചോദിച്ചു, നീ പെണ്ണെ സ്നേഹിച്ചതിന്റെ മൂല കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ സൗന്ദര്യമാണെന്ന് പറഞ്ഞു. സുന്ദരിയായ ഒരു പെണ്ണാണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇവനെ സ്വീകരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? അവൻ ഹാൻസമാണ്. നമ്മൾ പറയും മലയാളത്തിൽ സുന്ദരൻ എന്ന് പറയും, സുമുഖനാണ്, ഹാൻസമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് സൗന്ദര്യത്തിന്, അവനോട് ചോദിച്ചു, പെണ്ണ് സൗന്ദര്യത്തിന് വല്ല കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. അവളോട് ചോദിച്ചു, നീ കല്യാണം കഴിക്കാൻ ആധാരമായിരുന്ന ആ പറഞ്ഞ ഹാൻസമിന് വല്ല വ്യത്യാസവും ഒന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ജീവിക്കാൻ വേണ്ടതൊന്നും ഞങ്ങൾക്കില്ല. ജീവിക്കാൻ വേണ്ടതൊന്നും ഞങ്ങൾക്കില്ല. ജീവിക്കാൻ ആവശ്യമായ ഒരു മൂല്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിനും യോജിക്കുകയില്ല. അപ്പൊ അത് കല്യാണം കഴിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അത് കല്യാണം കഴിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ആവശ്യമായതുണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടേ? കർത്താവിന് പോയി പറഞ്ഞില്ല, നീ കെട്ടിടം പണിയാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? അത് തീർക്കാനുള്ള കാശുണ്ടോ നോക്കണം. യുദ്ധത്തിൽ പോകുമ്പോഴും അതുപോലെ തന്നെ നോക്കണം, നിനക്ക് യുദ്ധം ചെയ്യാനുള്ളതായിരിക്കുന്ന പട്ടാളവും ശക്തി ഉണ്ടോന്ന്. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നോക്കണം, അടുത്ത 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ 70 കൊല്ലം ഞങ്ങൾ ജീവിക്കേണ്ടതാണ്. തട്ടിയും മുട്ടിയും അങ്ങോട്ട് ചെല്ലുവോ? അതോ അങ്ങോട്ട് ചെല്ലുവില്ലേ? ഇതൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ അപ്പനും മോനും കൂടെ കല്യാണം കഴിക്കാൻ പോവുക. പെണ്ണെ കാണാൻ പോയി. പെണ്ണെയൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല പെമ്പിള്ളേരെ കാണിച്ച പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? നല്ല പെമ്പിള്ളേരെ കാണിച്ച പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? അത് കല്യാണം നടന്നു. ഒരു തകരാറായ കല്യാണം. ആ പെണ്ണ് അനുഭവിക്കുന്നതോ ദുരിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം എന്താ? കണ്ടാൽ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ കല്യാണം കഴിക്കാൻ മനസ്സുള്ള തരത്തിലുള്ളതായിരിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അവന് വേറെ യാതൊരു മൂല്യവും ഇല്ലെന്ന് വിചാരിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, മോശം ചെയ്ത തീരുമാനം വളരെ പക്വമായ തീരുമാനമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. വളരെ പക്വമായ തീരുമാനമാണ്. രണ്ടാമത് ഞാൻ പറയട്ടെ, അത് യാഥാർത്ഥ്യബോധം നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു. എന്താ അങ്ങനെ പറയാം? യാഥാർത്ഥ്യബോധം.
ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു എന്നാണ്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഐഡന്റിറ്റി. ഞാൻ ആരാണ് എന്നതാണ് ചോദ്യം. ഞാൻ ആരാണ്? ഞാൻ ഫറവോന്റെ മകളാണോ? മകനാണോ? ഫറവോന്റെ പുത്രിയുടെ മകനാണോ ഞാൻ? അഡോപ്ഷനിലാണ്. അഡോപ്ഷന്റെ നിയമം അനുസരിച്ച് ഞാൻ മകനാണ്. പക്ഷെ എൻ്റെ അമ്മയല്ല അവള്. എൻ്റെ രക്തം അവളുടെ രക്തം ഒന്നേ അല്ല. ഞാൻ ആ സ്ത്രീയുടെ പാല് പോലും കുടിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ പാലേ ഞാൻ കുടിച്ചിട്ടില്ല. ആ സ്ത്രീ വളരെ എന്നെ സ്നേഹിച്ചു, അമ്പോറ്റി എന്ന് പറഞ്ഞു. മോശ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മൂവിയുണ്ട്, ബിബ്ലിക്കൽ മൂവി. അതിൻ്റെ അകത്ത് അവസാനം വരെയും ഫറവോന്റെ പുത്രി മോശയെ സ്നേഹിക്കുന്നതും മോശയെ അങ്ങേ അറ്റം സ്നേഹിക്കുന്നതും ഒക്കെ കാണാം. മോശ അവളെ ബഹുമാനിച്ചു, വളർത്തിയ മകനാണ്, അമ്മയാണെന്നുള്ള നിലയിൽ. പക്ഷെ അമ്മയാണെന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കും. അമ്മയാണെന്ന് അംഗീകരിക്കാൻ സാധിക്കും. രക്തം തിളക്കിയെന്നൊക്കെ പറയില്ലേ, രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ഫറവോന്റെ പുത്രിയുമായുള്ള ബന്ധം വെള്ളത്തിന്റെ ബന്ധമാണ്. വെള്ളത്തിന്റെ അടുത്ത് ബന്ധവും വെള്ളത്തിന്റെ ബന്ധമാണ്. യോഖേബാദിന്റെ മായുള്ള ബന്ധം ഏതാണ്? യോഖേബാദ് എന്ന് പറയുന്ന മോശയുടെ അമ്മയുടെ പേരാ. അബ്രാഹ്മും യോഖേബാദും, അതാണ് അവിടെ അപ്പൻ്റെ അമ്മയുടെയും പേര്. യോഖേബാദുമായുള്ള ബന്ധം രക്തത്തിന്റെ ബന്ധമാണ്. പ്രസവിച്ചപ്പോൾ അമ്പിളിക്കോട് പൊക്കിൾ കൂടി മുറിക്കുന്നത് വരെയും അവർ ഒന്നായിരുന്നു. ഒരേ രക്തമാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം അങ്ങനെയാണ്. മുറിച്ച് മാറ്റിക്കഴിഞ്ഞപ്പോഴും ബന്ധത്തിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ അതൊരു യാഥാർത്ഥ്യബോധം നിറഞ്ഞ ഒന്നാണ്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അത് യാഥാർത്ഥ്യബോധം നിറഞ്ഞതായിരുന്നു എന്ന് പറയാനായിട്ട് കാരണം നിരസിപ്പിച്ചതല്ല, നിരസിച്ചതാണ്. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി മിസ്രൈമിലെ ആളുകളെ എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടാൽ ഞങ്ങളെ പോലെ ഇരിക്കുന്നത്, നീ ഞങ്ങളുടെ രാജാവാകാൻ നോക്കില്ല, നിന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല, അങ്ങനൊന്നും പറഞ്ഞല്ല. അങ്ങനെ സമ്മർദ്ദത്തിലൊന്നും അല്ല. മിസ്രൈമിലെല്ലാം കൂടെ പറഞ്ഞു ഇൻഖിലാബ് ഈ കണ്ട ആപ്പിൾ പോലിരിക്കുന്നവൻ, തൊലി ബ്രൗൺ തൊലിയായിരിക്കുന്ന തവിട്ട് നിറമുള്ള തൊലിക്കാരനെ ഭരിക്കാനായിട്ട് ഒക്കുകയില്ല. ഇവൻ വേറെ ആളാണ്, ഇവൻ വെള്ളത്തിൻ്റെ അടുത്താണ്, ചീങ്കടി തിന്നേണ്ടതായിരുന്നു, ഇവര് ചരിത്രം ഞങ്ങൾക്കറിയാം, ഇവൻ ഞങ്ങളുടെ രാജാവായിരിക്കാൻ സാധിക്കില്ല എന്നൊന്നും പറഞ്ഞു. അങ്ങനെയൊന്നും മോശ ഗത്യന്തരമില്ലാതെ ഓടിപ്പോയതൊന്നുമല്ല. ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് ഡയറിയിൽ അത് എഴുതി കാണും. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവിടെ യാഥാർത്ഥ്യബോധം എന്ന് പറഞ്ഞാൽ തൻ്റെ രക്തവും തൻ്റെ വംശവും തൻ്റെ കുലവും എല്ലാം യഹൂദന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഒരു കാരണവശാലും ഈ കുടുംബവുമായി, ഞാൻ വസിക്കുന്ന ഫറവോന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരല്ല. മോശയുടെ അമ്മ എന്തെല്ലാം കഥ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും മോശയുടെ അമ്മയെ പോലെ ഇത്ര സാമർഥ്യത്തോടെ മക്കളെ വളർത്തിയ വേറെ അമ്മമാരുണ്ടാവില്ല. ഒരുപക്ഷെ ശമൂവേലിന്റെ അമ്മ കാണുമായിരിക്കും, ഹന്ന. അതിനാൽ ഹന്ന അത്രയും നല്ല ജോലി ചെയ്തില്ല. കാരണം ഹന്നയുടെ മകൻ വളർന്നത് എവിടെയാ? സമാഗമന കൂടാരത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പുരോഹിതനോട് കൂടിയാണ് വളർന്നത്. ആണ്ടുതോറും അമ്മ ചെല്ലുമായിരുന്നു, ഉടുപ്പൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ യോഖേബാദ് ആണ്ടുതോറും ചെല്ലുമായിരുന്നോ കൊട്ടാരത്തില്? സാധ്യതയില്ല. അപ്പൊ ഈ 3 വർഷം കൊണ്ട് ഈ അമ്മ എന്തെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കാണും. ഇസ്രയേലിന്റെ ചരിത്രം മുഴുവൻ പഠിപ്പിച്ചു എനിക്ക്. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത് മുതൽ, വാഗ്ദത്തം നടത്തുന്നത് മുതൽ, അവന് ഇസ്ഹാക്ക് ജനിക്കുന്നത് സംബന്ധിച്ച്, പരിച്ഛേദന എന്ന് പറയുന്നതായിരിക്കുന്ന കർമ്മം സംബന്ധിച്ച്, അതിൻ്റെ അർത്ഥം സംബന്ധിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തം 430 വർഷം കഴിയുമ്പം തിരിച്ച് കനാൻ നാട്ടിലേക്ക് ചെല്ലുമെന്നത് സംബന്ധിച്ച്, ഇതെല്ലാം ആ അമ്മ പഠിപ്പിക്കുക. സമയമായപ്പോഴെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 430 അടുത്ത് വരുന്നു. ആയില്ല, കാരണം 40 വർഷം പിന്നെ മിദ്യാന്യരുടെ ആടിനെ തീറ്റി നടന്നില്ല. അതുകൂടെ ആകുമ്പോഴേ 430 തികയും. അപ്പൊ ഏകദേശമൊക്കെ ആ സമയം അടുത്ത് വരുമ്പോ മോശ കണക്ക് കൂട്ടി, അപ്പോ എനിക്ക് പോകാനുള്ള സമയമായല്ലേ, എനിക്ക് പോകാനുള്ള സമയമായി. അപ്പൊ ഞാൻ എൻ്റെ റൂട്ട്സിലേക്ക് പോകണം. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാലോചിച്ചാണ് പോയത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് യാഥാർത്ഥ്യബോധം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയില്ലേ, ബോധവും പൊക്കണവും ഇല്ലാത്തൊരു തീരുമാനം. ഫറവോന്റെ മിസ്രൈം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തെ രാജാവായിരിക്കേണ്ട ചെറുക്കനായി എടുത്തു ചാടി അവൻ പോയി. എന്നിട്ട് മിദ്യാനിലൂടെ എത്രയോട് ആരെയും തിരിക്കുന്നു മേ എന്നും പറഞ്ഞു. 40 വർഷം. മോശയ്ക്ക് ഒരിക്കലും തോന്നിയില്ല കേട്ടോ, ഞാൻ ചെയ്ത തീരുമാനം തെറ്റായി പോയെന്ന്. ഒരിക്കലും തോന്നി, ഒരു നിമിഷം പോലും തോന്നിയില്ല.
ആ വർഷങ്ങളിലൊക്കെ മോശയ്ക്ക് ചോദ്യചിഹ്നമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ചാണ് ഞാൻ പോയത്, പരിപാടി അനുസരിച്ചാണ് പോയത്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതി വന്നു? ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് ഒരുത്തിനെ അടിച്ചു വന്നതാണ്, എന്നിട്ടിപ്പോ എന്ത് ചെയ്തു? ഫറവോൻ എന്നെ അന്വേഷിച്ചെടുക്കുക കൊല്ലാനായിട്ട്. അതുകൊണ്ടാണ് ഓടിപ്പോയത്. ഇതെന്താ ഇങ്ങനെ വന്നത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടത്. ദൈവത്തിന്റെ ആലോചന അനുസരിച്ചല്ലത് ചെയ്തത്. മിസ്രൈമിനെ ഓരോരുത്തരെ ഓരോ ദിവസം അടിച്ചു വന്നാൽ എത്ര ദിവസം വേണം ഇസ്രായേൽ മക്കളെ അവിടുന്ന് കൊണ്ടുപോകാൻ? അപക്വമായിരിക്കുന്ന തീരുമാനം, വൈകാരികമായിരിക്കുന്ന ആക്ഷൻ ആയിരുന്നു. പക്ഷെ അവന്റെ പോക്ക് യാഥാർത്ഥ്യബോധമായിരുന്നു. ഒരു മനുഷ്യന്റെ തീരുമാനത്തിന്റെ ശരി നിശ്ചയിക്കാൻ പലപ്പോഴും സഹായകരമായ ഒരു ഘടകം ഞാൻ പറയാം. നീ എന്തൊക്കെ തള്ളിയിട്ടാണ് ഇത് സ്വീകരിച്ചത്? എന്തൊക്കെ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ കാര്യത്തെ നീ സ്വീകരിച്ചത്? വേറെ എത്ര ജോലി ഉപേക്ഷിച്ചിട്ടാണ് നീ ജോലി സ്വീകരിച്ചത്? എത്ര ആലോചനകൾ നിരസിച്ചിട്ടാണ് നീ ആലോചന അംഗീകരിച്ചത്? വേറെ എത്ര സ്ഥലങ്ങൾ കണ്ടിട്ടാണ് നീ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്? വേറെ എത്ര സഭകളെ കുറിച്ചുള്ള ഉപദേശം പഠിച്ചിട്ടാണ് നീ ഈ സഭയിലേക്ക് വന്നത്? ഇത് അംഗീകരിക്കാനായിട്ട് നീ എന്തെല്ലാം നിരസിച്ചു എന്നുള്ളത് ഈ തീരുമാനത്തിന്റെ മഹത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. തീർച്ചയായും നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, ഒന്നും നിരസിച്ചിട്ടല്ല, പിന്നെ വന്ന ഒരവസരം നമ്മളങ്ങ് കൈക്കലാക്കി എന്നേ ഉള്ളൂ. അങ്ങനെ തീരുമാനമെടുത്ത് തെറ്റിപ്പോകും കേട്ടോ. മൂന്നാമത് ഈ തീരുമാനത്തെ കുറിച്ച് പറയുന്നത്, അതൊരു മൂല്യാധിഷ്ഠിത തീരുമാനമായിരുന്നു. ഇറ്റ് വാസ് എ വാല്യൂ ബേസ്ഡ് ഡിസിഷൻ. കാരണം എന്താ പറയുന്നത്? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന്. അതാണ് വാല്യൂ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ. മിസ്രൈമിന് ധനം മുഴുവനും തുലാസിന്റെ ഒരു തട്ടിലും ഈ തീരുമാനം മുഖാന്തരം അവർ വന്നു ചേരുന്ന നിന്ന മുഴുവനും മറ്റൊരു തട്ടിലും വെച്ചപ്പോ ഏത് തട്ട് അതാണ് കിടന്നത്? നിന്നയുടെ തട്ടാണ് താണ് കിടന്നത്. അതിനായിരുന്നു വെയിറ്റ്. അവൻ അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ മഹത്വത്തെക്കാൾ മഹത്വമാണ് ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന ഒരു നിന്നയെന്ന് പറയുന്നത്. ലോകം നമ്മുടെ തലയിൽ വെക്കുന്ന വലിയ ഒരു കിരീടത്തെക്കാൾ മഹത്വമാണ് കർത്താവിന്റെ നാമത്തിലേക്കുന്ന ഒരടി. പക്ഷെ അത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകണം, മൂല്യങ്ങൾ. കാരണം ഇവിടെ രണ്ടെണ്ണം തമ്മിലാണ് തിരഞ്ഞെടുപ്പ്. ഏതാണ്? മിസ്രൈമിന്റെ ധനം. എന്തോ ഒരു ധനമാണ് മിസ്രൈമിനുള്ളതെന്നറിയാം. എന്തോ ഒരു ധനം ഫറവോന്മാർ കൂട്ടിവെച്ചിട്ടുള്ളതായിരിക്കുന്ന ധനം മുഴുവനും, ആ ധനം മുഴുവനും മോശക്കുള്ളതാണ്. ഒരു വശത്ത് അത് മുഴുവനും, മറുവശത്ത് നോക്കുമ്പോൾ ഇവിടുന്ന് കനാനി വഴി പോകുന്നതായിരിക്കുന്ന ജീവിതത്തിന്റെ അവിടെ ചെന്ന് കനാനിയോട് യുദ്ധം ചെയ്ത് ആ നാട് പിടിക്കുന്നത് എല്ലാം ഓർക്കുമ്പോൾ എന്തോ ഒരു ദുരിതം മാത്രമേ ഉള്ളൂ. പക്ഷെ തിരഞ്ഞെടുത്തത് അതാണ് മൂല്യാധിഷ്ഠിതമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോകണമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യയിലേക്ക് വിട്ടു. പക്ഷെ ഇന്ത്യയിലേക്ക് പോരാനായിട്ട് തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്വപ്നത്തിന്റെ മുൻപിൽ കർത്താവ് കൊണ്ടുവന്നത് അമേരിക്കയുടെ ആ വലിയ വലിയ സമ്പാദ്യങ്ങളും സമ്പത്തുകളും. ഞാൻ ലോ സ്കൂളിൽ പോയി LLM കഴിഞ്ഞ് LLD പാസ്സായി ഒരു ലോ കോളേജ് പ്രൊഫസറായിട്ട് സുഖമായി ജീവിച്ചെൻ്റെ മക്കളെയും വളർത്തി പഴുനാന്തരം വീടും കാറും ഒക്കെ ആയിട്ട് പിള്ളേരെയൊക്കെ നല്ല നിലയിൽ വളർത്തുന്ന ആ ഒരു ജീവിതവും, മറുവശത്ത് ഇന്ത്യയിൽ വന്ന് പട്ടിണി കിടക്കുന്നതും കൊതു കടിക്കുന്നതും ഇവിടെ വന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നതും നിന്നെ അനുഭവിക്കുന്നതും ഒക്കെ ഒരു മറുവശത്ത്. പിള്ളേരോട് പോരുമ്പം പറഞ്ഞു, മക്കളെ കിടക്കാൻ ചിലപ്പോൾ കട്ടിൽ കാണുകയില്ല, താമസിക്കാൻ വീട് കാണുകയില്ല, മരത്തിന്റെ കീഴിലായിരിക്കും, അത് തയ്യാറാണെങ്കിൽ വന്നാൽ മതി. ഞങ്ങളുടെ പിള്ളേരാരും ഒരു ദിവസം പോലും ഒരു കംപ്ലീറ്റ് ആദ്യം താമസിച്ച വീടിന്റെ കഥ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെഡാണ്. ഒരു വീടിന്റെ ഒരു ഷെഡോട് കൂടിയതാണ്. അവിടെയാണ് നായരുടെ വീട്. അവിടെ പശുവിനെ, ആ പശു മൂത്രം ഒഴിക്കുമ്പോൾ ഞങ്ങളുടെ മുറിക്കകത്തേക്കാണ് ആ മൂത്രം തെറിച്ച് വീഴുന്നത്. അത്ര കാശ് അന്ന് കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ വാടക തന്നെ കൊടുക്കാനില്ലായിരുന്നു. പിള്ളേരാരും കംപ്ലൈന്റ് പറഞ്ഞില്ല. എന്നാ മൂത്രം നാറുന്നെന്നോ ചാണകം നാറുന്നെന്നോ മൂത്രം ഇങ്ങോട്ട് വരുന്നെന്നോ കെട്ടിക്കിളത്താത്തതായിരിക്കും ഒരു കിണർ. ഈ പശുവിന്റെ മൂത്രമൊക്കെ ആ കിണറിലേക്ക് എന്ന് വലിച്ചിറങ്ങുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞങ്ങൾ അതൊക്കെ പിന്നെ വെള്ളം തിളപ്പിച്ചൊക്കെയാണ് കുടിച്ചത്. ഒന്നും ആരും പരാതി പറഞ്ഞില്ല. കാരണം എന്തെന്നറിയോ? അതൊരു തീരുമാനമായിരുന്നു. ഓണസ്റ്റ്ലി ദാറ്റ് വാസ് എ ഡിസിഷൻ വി മെയ്ഡ്. വി ന്യൂ വാട്ട് വി ആർ ഗോയിങ്. അത് മോശം ചെയ്തത് ഞങ്ങൾ ചെയ്ത പോലെ ഒരു തീരുമാനമൊന്നുമല്ല. അത് ഭയങ്കര തീരുമാനമായിരുന്നു.
കാരണം മോശയ്ക്ക് മിസ്രൈമിന്റെ സമ്പത്ത് മുഴുവനും കയ്യിലുണ്ടായിരുന്നു. എനിക്ക് അമേരിക്കയുടെ സമ്പത്തൊന്നും എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്റെ സ്വപ്നം കാണാനേ കഴിയുമായിരുന്നുള്ളതെന്ന് ഭാവിയിൽ ഉണ്ടാക്കണം. അപ്പോ മോശ ഒരു മൂല്യാധിഷ്ഠിത തീരുമാനം തന്നെ എടുത്തു. വേണ്ട, മിസ്രൈമിന്റെ ധനം വേഴ്സസ് ക്രിസ്തുവിന് നിന്ന. അതെ, ക്രൗൺ വേഴ്സസ് ദ ക്രോസ്, കിരീടമോ കുരിശോ. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു മൂല്യാധിഷ്ഠിത തിരഞ്ഞെടുപ്പാണ് ചെയ്തത്. ദൈവം അവരോട് ചെയ്തതാണ്. പരീശന്മാരുടെ പരീക്ഷണ സന്നിഹിത സംഘത്തിലെ ഒരു അംഗം ചെറിയ പ്രായത്തിൽ തന്നെ ഗമാലിയലിന്റെ ഭാഗത്തിൽ പഠിച്ചവൻ താൻ പറയുമ്പോൾ തന്റെ സമപ്രായക്കാരെക്കാൾ എല്ലാവരെക്കാളും ബഹുദൂരം മുന്നോട്ട് പോയൊരു മനുഷ്യനാണ്. ഡമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ചും നീ ആരെന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസ്രായന യേശു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി നസ്രായന യേശു എങ്ങനെ ജീവിച്ചതെന്നും നസ്രായന യേശുവിന്റെ കഥയും അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങളും എല്ലാമായി. ഞാൻ ഈ പാർട്ടിയുടെ കൂടെയാണോ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്? ഞാൻ ഉപേക്ഷിക്കുന്നതും ഞാൻ തിരഞ്ഞെടുക്കുന്നതും തമ്മിൽ എന്ത് സാമ്യം? നിങ്ങൾ എന്തിനു വേണ്ടി എന്തുപേക്ഷിച്ചു, എന്ത് ത്യാഗം ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ദൈവത്തിന് മുൻപാകെ. കാരണം കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടി അപ്പനെയോ അമ്മയോ സ്വത്തുക്കളെയോ നിലത്തെയോ വീടോ ഉപേക്ഷിക്കുന്നവൻ. അങ്ങനല്ലേ? അപ്പൊ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുക. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചവരാണോ, അതോ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നതുകൊണ്ട് നന്മ മാത്രം ലഭിച്ചവരാണോ? വിശ്വാസികൾ ഏറിയവൻ ആളുകൾക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്, രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു ഞങ്ങളെല്ലാം നശിച്ചു പോകുന്നതായിരുന്നു. ഈ വഴിക്ക് വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങള് തെണ്ടിപ്പോയെന്നാണ്. തെണ്ടികൾ വൈകുന്നേരം വരെ തെണ്ടിയിട്ട് അവസാനം വൈകിട്ട് വന്ന് കടയുടെ തിണ്ടയ്ക്കിരുന്ന് തുട്ടെല്ലാം എണ്ണി നോക്കിയിട്ട് ഒരു തെണ്ടിയോട് പറഞ്ഞു, ഈ പണി നോക്കിയില്ലായിരുന്നു നമ്മൾ തെണ്ടിപ്പോയിരുന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് ഒട്ടുമിക്കവാറും വിശ്വാസികൾ. ഞാൻ ആരെയും കുറിച്ച് പറയല്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നാം ചെയ്ത ത്യാഗങ്ങൾ വളരെ കുറവാണ്. നമുക്ക് നേട്ടങ്ങളെ പറയാനുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇതും സഹിച്ചവന്. ധനവാനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്ക് വന്നു. കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിരുദ്ധന്മാർക്ക് കൊടുക്കുക എന്ന് വന്നിട്ട് അനുഗമിക്കുക, സ്വർഗത്തിൽ നിനക്ക് നിശ്ചയം ഉണ്ടാവുന്ന പറഞ്ഞത്. ഭാവി ഗുണം വരാനായി അവനൊത്തില്ല. അത് ബർന്നബാസ് ആയിരുന്നു എന്നാണ് ലോകപ്രശസ്തനായ എഫബ്രൂസ് അഭിപ്രായപ്പെട്ടത്. ആ മനുഷ്യൻ ബർന്നബാസ് ആയിരുന്നു. പിൽക്കാലത്ത് അവൻ തനിക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവെക്കാൻ സാധിച്ചില്ല. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു ആയിരിക്കാം. ബൈബിളിൽ അങ്ങനെ തെളിവൊന്നുമില്ല. ഒരു വിഷയമായിരുന്നിരിക്കാം. ബ്രൂസ് പറഞ്ഞതല്ലേ, ഞാൻ എന്തെങ്കിലും കാര്യമില്ല പറയുമോ? വെറുതെ ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ സാക്രിഫൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മോശ ഏതാണ് ചെയ്യുന്നത്? മിസ്രൈമിന്റെ ധനം വേഴ്സസ് ക്രിസ്തുവിനെ നിന്ന. വല്ല സാമ്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ? സാഹിബിനെ വള്ളക്കാരൻ വള്ളത്തിൽ അക്കരെ കടത്തി, നദിക്ക് അക്കരെ കടത്തി. എല്ലാവരും ഇറങ്ങിപ്പോയി. വള്ളം നിറച്ച ആളുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിപ്പോയി. 10 പൈസയുടെ അന്നത്തെ 10 ഏക്കറത്തിന്റെ 1 ഏക്കറത്തിന്റെ തുട്ടെടുത്ത് ഇയാളുടെ കൈ കൊടുത്തു. സാഹിബ് തന്റെ പരമാർത്ഥം ചോദിച്ചു, പണം വേണോ നന്ദി വേണോന്ന് ചോദിച്ചു. അതെ, പണം വേണോ നന്ദി വേണോ? ഇപ്പൊ വള്ളക്കാരൻ വിചാരിച്ചു നന്ദി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നാലും വലിയ സാധനമാണെന്ന് വിചാരിച്ചു. പണം എന്താണെന്ന് അറിയാമല്ലോ, ഒരു ചക്രമല്ലേ. നന്ദി പറയുന്നത് പറയും സാഹിബുമാരെന്ന് പറഞ്ഞു, നന്ദി 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 നന്ദി. എന്നിട്ട് സാഹിബ് പോയി. അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് അബദ്ധം പറ്റാതില്ല. സാഹിബിന്റെ കയ്യിൽ നിന്ന് 1 രൂപ തൊട്ടെങ്കിലും കിട്ടുന്നതാ, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു ചക്രം കിട്ടും. അത് നന്ദി കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ദുഃഖിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊരിക്കൽ ഒരു രാത്രിയില് ചെറുപ്പക്കാരൻ വന്നു, 10 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തോട് എൻ്റെ അപ്പച്ചനൊരു കാര്യം ചോദിച്ചു, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു. ഞാനിപ്പോ ഇതിലെല്ലാം ചെറുപ്പത്തിൽ ഇത് കേൾക്കും ഇങ്ങനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഉത്തരം, അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നതായിരിക്കുന്ന ഒരു 100-300 അംഗങ്ങളുള്ള ഒരു സഭയിൽ നിന്നാണ്. ആ സഭയിൽ ഇതുവരെ ആരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ടില്ല. അപ്പൊ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയാൽ എനിക്ക് ഒരു കുറവും കൂടാതെ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞേ, 300 പേരുള്ള ഒരു സഭയാണ്, ഒരു വേലക്കാരൻ പോലും ഇല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ വല്ല കുറവ് വരുമോ? അവന് കുറവ് വന്നു വെച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിലാത്ത പ്രസ്താവന ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്? ഈ യാക്കോബ് ഇന്നലെ കണ്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ?
പാത്രിക ബാബായെ വാഴിക്കുന്നത്. അത് കാണേണ്ടതാണ്. കാരണം നമ്മുടെ മൂപ്പന്മാരെ വാഴിക്കുമ്പോൾ അതുപോലൊന്നും അല്ലല്ലോ. നമ്മൾ കസേരയിലെടുത്ത് പൊക്കി ഇവൻ യോഗ്യൻ, ഇവൻ യോഗ്യൻ അങ്ങനെ പറയാൻ നമുക്ക് ഒക്കുകയില്ല. അല്ലേ? ഒക്കും, നമുക്ക് ഒക്കത്തുള്ളൂ, അവർക്ക് ഒക്കില്ല. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിന്റെ പ്രതാപങ്ങളൊക്കെ വിട്ടേച്ചല്ലേ ഈ ലോക്കൽ ചർച്ച് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വന്ന് എന്താ കിട്ടാൻ വേണ്ടിയാ നിങ്ങൾ വന്ന്? കോളേജില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല, സ്ഥാപനങ്ങളില്ല, ഒരു ജോലിക്കുള്ളതായിരിക്കുന്ന വകയില്ല. ആകെപ്പാടെ 10-15 പേര് ബൈബിൾ ക്ലാസ് വെച്ച് ആകെപ്പാടെ 5-8 പേര് വരും. അത്രയും ദൈവത്തെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ. ഒരു മഴ പെയ്താൽ ഒരു മനുഷ്യനില്ല വരാൻ. സൂചിയുടെ വിലയ്ക്ക് പോകാൻ ആർക്കും സമയമില്ല. ഇതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ വന്നത് എന്തോ കണ്ടുകൊണ്ടാണ്. ആള് ചോദിക്കില്ല, നീ എന്തോ കണ്ടുകൊണ്ടാണ് മോനെ പോകുന്നത്? ചത്താ കൊണ്ടുള്ള കാട്ടിലല്ലേ കുഴിച്ചിടുന്നത് എന്ന് ചോദിക്കാറില്ലേ? അതുകൊണ്ട് സത്യവുമാണ്. ചത്ത് കഴിയുമ്പോഴാ പോയി കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ അവിടെ പോയി പറിക്കുന്നത്. അതുവരെ കാടാ. പിന്നെ അടുത്ത ആള് ചാകുന്നവരെ ആ ദേശത്തേക്ക് തിരിഞ്ഞ് നോക്കുകയുമില്ല. വല്ല കത്തോലിക്കന്റെ ശൗര്യത്തിലൊക്കെ പോയി ശവക്കല്ലറിലൊക്കെ പോയി നടക്കണം. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു രാത്രി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. വെറുതെ ആന്ന് ഒരു ഭൂതൊക്കെ ശവക്കല്ലറ കിടന്ന് ഉറങ്ങിയത്. എത്ര നല്ല സ്ഥലം നോക്കിയപ്പം വേറെ ദേശത്തില്ല. അല്ല, ഞങ്ങളൊക്കെ എന്ത് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇങ്ങോട്ട് പോകുന്നതെന്നാണ് ചോദിച്ചത്. കർത്താവിനെ നിന്നയല്ലേ നമ്മൾ നോക്കി പോകുന്നത്, അല്ലേ? നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു പോകുന്നപ്പോൾ തല്ലുകൊണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ പല സഹോദരന്മാരെ തല്ലുകൊണ്ട് പൂരം തല്ലുകൊണ്ടിട്ടുണ്ട്. ഒരു സഹോദരിക്ക് തല്ലുകൊണ്ട് പൂരം തല്ലായപ്പോ അമ്മയ്ക്ക് സഹതാപം തോന്നിട്ട് പറഞ്ഞു, എടി മോളെ നീ ഇനി സ്നാനപ്പെടുകോടി എന്ന് ചോദിച്ചു. അപ്പനോട് പറയാം. അപ്പൻ ചോദിച്ചു, സ്നാനപ്പെടുകോടി ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഇനി സ്നാനപ്പെടും. അപ്പൊ ഇനി അവള് സ്നാനപ്പെടുകയില്ല, ഒരെണ്ണം ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അടി ഏതായാലും നിർത്തി. അങ്ങനൊക്കെ രക്ഷപ്പെട്ടതാ നമ്മുടെ സഹോദരന്മാർ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പറയുന്നത്, വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് വരുന്നത്. ഞായറാഴ്ച സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ അവർ കാശ് തരും. സിനിമയ്ക്കും വണ്ടിക്കൂലിക്കും ഒക്കെ കാശ് തരും. അപ്പോൾ അവർ ഞായറാഴ്ച യോഗത്തിനാണ് വരുന്നത്. രക്ഷിക്കപ്പെട്ട കാര്യമൊന്നും അവർക്കറിയില്ല, അപ്പനും അമ്മയ്ക്കും അറിയില്ല. അപ്പോ സിനിമയ്ക്ക് ഇന്ന് പോകണമെന്ന് പറയും. അപ്പോൾ അപ്പന് കാശെടുത്ത് കൊടുക്കും, ഉച്ചയ്ക്ക് ഊണിനും കാശ് കൊടുക്കും. അതുകൊണ്ട് ആ സ്വതന്ത്രാഴ്ച ഇടുന്നതും എല്ലാം. അപ്പോ അത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞു. അതെ, സിനിമയ്ക്ക് പോകാൻ വേണ്ടി കള്ളം പറഞ്ഞേച്ച് വാങ്ങുന്ന കാശ് കൊണ്ട് സ്വതന്ത്രാഴ്ച പാത്രത്തിന് ശരിയാണ്. പിന്നെ യോഗത്തിന് മീറ്റിങ്ങിന് പോകാനാന്ന് പറഞ്ഞാൽ അവർ വിടുകയില്ല, പിടിച്ച് മുറിക്കാത്തൊരു കൂട്ടും. അങ്ങനെയുണ്ട്. ഒരുപാട് കഷ്ടത അനുഭവിച്ചതായിരിക്കുന്ന സഹോദരങ്ങളാണ് നമ്മുടെയൊക്കെ സഹോദരങ്ങൾ. ഒരുപാട്. അവരൊക്കെ എന്ത് കണ്ടു വന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ നിന്ന് കണ്ടിറങ്ങിയവരാണ്. ക്രൂശിന്റെ സന്ദേശം കേട്ടിറങ്ങിയവരാണ്. നാലാമതൊരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. മോശയുടെ തീരുമാനം നിത്യതയുടെ വെളിച്ചത്തിലെടുത്ത തീരുമാനമായിരുന്നു. കാരണം ക്രിസ്തുവിന്റെ നിന്ന നിത്യഘനമെന്ന് നെണ്ണിയെന്നാണ്, അല്ലേ? അങ്ങനല്ലേ? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന് വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. അവന്റെ തീരുമാനം എന്ന് പറയുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ എടുത്തൊരു തീരുമാനമാണ്. അല്ലാതെ വേറെ യാതൊരു കാരണമില്ല. കാരണം മിസ്രയീമിൻ്റെത് താൽക്കാലിക നിക്ഷേപമാണ്. മിസ്രയീമിന്റെ നിക്ഷേപം താൽക്കാലികമാണ്. ക്രിസ്തുവിന് നിന്ന് നിത്യമാണ്. അതുകൊണ്ട് വരുന്നതായിരിക്കുന്ന മഹത്വം എന്ന് പറയുന്ന നിത്യമഹത്വമാണ്. ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നതാണ്. എനിക്ക് ആ പ്രയോഗം ഇഷ്ടമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തെ കണ്ടവർക്കേ സാധിക്കും. നഗ്നനേത്രം കൊണ്ടല്ല, ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് ക്രിസ്തുവിനെ കണ്ടവർക്ക്. അവര് പറയും, എൻ്റെ അപ്പച്ച അടിച്ചാലും ഗുണമില്ല, കൊന്നാലും ഗുണമില്ല, ഒന്നുമില്ല, അപ്പച്ചന്റെ കൈയുടെ ആയിരൊക്കെ പോകുന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ വിശ്വാസം വിട്ടുമാറുന്ന പ്രശ്നമേ ഇല്ല. വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണേ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോ, ഒരു വിരോധമില്ല. മാനസികമോ ശാരീരികമായ മർദ്ദനം കൊണ്ട് വിശ്വാസത്തിൽ നിന്നും കർത്താവിൽ നിന്നും എന്നെ മാറ്റാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇതങ്ങനെ ഒരു തീരുമാനം അല്ല. ഞാൻ ജോർജ് ഇരുമ്പിൻ്റെയും മീരയുടെയും ഒക്കെ കഥ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പറയാൻ എനിക്ക് എപ്പോഴും ലജ്ജയില്ലാത്തൊരു കാര്യമാണ്. അവർ കർത്താവിനെ അനുകരിച്ച് വന്നപ്പോൾ അവരുടെ വീട്ടുകാരും സമ്മതിച്ചില്ല. മീരയുടെ കല്യാണത്തിന് ഒരാൾ പോലും വന്നില്ല. ഞാനും ഗ്രേസും അപ്പനും അമ്മയുമായിട്ട് ഞങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഒരു മനുഷ്യൻ ജോർജ് ഇരുമ്പിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. എന്താ അവിടെ നടക്കുന്നത് കാണാനായിട്ട് ഒരാളോ വന്നു? ഒരു മനുഷ്യർ പോലും വന്നില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് മീരയുടെ കണ്ണുനീർ. അതാ, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളിൽ എല്ലാവരും വീട്ടിലുണ്ട്. ആരും ഇല്ലാതെ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. അവരൊക്കെ കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത ആളുകളാണ്.
ഇപ്പൊ ഓരോരുത്തർ കല്യാണം ആലോചിച്ച് അപ്പനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, അമ്മാവനോട് ചോദിക്കണം, അമ്മായിയോട് ചോദിക്കണം, പിന്നെ ആരോടൊക്കെ ചോദിക്കണം. ആരോടെല്ലാം ചോദിച്ചവിടെ സമ്മതം കിട്ടിയാ വേണ്ടത്. ഇതങ്ങൊന്നുമില്ല. അവരുടെ ആത്മീയ ലീഡേഴ്സ് കല്യാണം ആലോചിച്ചു, അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഞാൻ അംഗീകരിക്കാമെന്ന് പറയും. അപ്പുറത്തോട്ടും ഇപ്പോഴും നോക്കിയില്ല. അവരെ ദൈവം ധാരാളം അനുഗ്രഹിച്ചു. അവരൊക്കെ വീട്ടുകാർ പിന്നാണ്. വീരയുടെ അപ്പനൊക്കെ രക്ഷിക്കപ്പെട്ടാ മരിച്ചത്. ഒരുപാട് ഉപദ്രവം സഹിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അതുപോലെയുള്ള അനേക ഉദാഹരണങ്ങൾ. ആദ്യകാലത്തെ വിവാഹം, അവരൊക്കെ കർത്താവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി നിത്യമഹത്വം കണ്ടതാണ്. ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ മഹത്വം കണ്ട ആളുകളാണ്. അതുകൊണ്ട് മോശം നമുക്കൊരു വലിയ മാതൃകയായിരിക്കട്ടെ. നമ്മുടെ തീരുമാനങ്ങളുടെ സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര അപക്വമാണ്. പലപ്പോഴും ജടികമായിരിക്കുന്ന ഭൗതികമായ മൂല്യങ്ങൾ മാത്രം നോക്കി, നിത്യമഹത്വം ഒന്നും നോക്കാതെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജോലിയുടെ ശമ്പളം മാത്രം നോക്കി, പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി, അല്ലെ സ്ത്രീധനത്തിന്റെ വലുപ്പം മാത്രം നോക്കി, പെണ്ണിന്റെ ജോലിയുടെ വലുപ്പം മാത്രം നോക്കി, ചെറുക്കന്റെ ധനമോ പഠിത്തമോ ജോലിയോ ഒക്കെ മാത്രം നോക്കി കല്യാണങ്ങൾ നടക്കും. അത് ഓരോ ജോലികൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരാധന നോക്കിയില്ല, സഭയുണ്ടോ നോക്കിയില്ല, സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഉണ്ടോ നോക്കിയില്ല, കുടുംബജീവിതത്തിന് സഹായമോ നോക്കി, ഒന്നും നോക്കിയില്ല. കാശ് മാത്രം നോക്കും. നല്ല ജോലിയാന്ന് പറയും, നല്ല ജോലിയാ, 5 ശമ്പളം 6 ശമ്പളമാ, പിന്നെന്നാ വേണം, പിന്നെന്നാ വേണം. ഇങ്ങനെയൊക്കെ ആളുകൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. നിത്യതയ്ക്ക് വേണ്ടിയും മൂല്യാധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവം അതിനെ മാനിക്കും. താൽക്കാലികമായ നഷ്ടവും കഷ്ടവും ഒക്കെ ഉണ്ടായാലും ആത്യന്തികമായി വരുമ്പോൾ അത് നിങ്ങൾക്ക് നന്മയ്ക്കായി തീരും. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.